Welcome all. I am Deshma, representing Department of Computer Application, Don Bosco College, Kottayam. In the last class, we had discussed about some standard results of differentiation. Last class, we had standard results of differentiation. F of x is function. We are familiar with trigonometric function, exponential function, polynomial function, logarithmic function, inverse trigonometric function. Function x derivative value അതിനെപ്പറ്റിയാണ് പറഞ്ഞു d by dx of the function f of x. ആ റിസൾട്ടുകളെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. And today we are trying to discuss about the rules of differentiation. Differentiation ആണ് നമ്മൾ ഡിഫറൻസിയേഷൻ പ്രൊസീജിയർ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ ഓരോ പ്രോബ്ലംസ് നമ്മൾ ഡിഫറൻസിയേഷൻ പ്രൊസീജിയർ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂൾസിനെ പറ്റിയാണ് നമ്മൾ ഈ സെക്ഷനകത്ത് നമ്മൾ പറയുന്നത്. ഈസ് റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ. ഇത് നിങ്ങൾ ഓൾറെഡി ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ജസ്റ്റ് മൂവ് ഓൺ ടു ദി ടോപ്പിക്. The rules of differentiation. ഇവിടെ നമ്മൾ 4 റൂൾസിനെ പറ്റിയാണ് പറയുന്നത്. Addition of two functions, differential of or derivative of the sum of two function, derivative of difference of two function, derivative of product of two function, and derivative of quotient of two functions. So let u of x and v of x be two derivable functions. f of x എന്ന് പറയുന്നത് തന്നെ എക്സിലുള്ള രണ്ട് ഫംഗ്ഷൻസ് sin x ഓ cos x ഓ അല്ലെങ്കിൽ tan x ഓ sec x ഓ അല്ലെങ്കിൽ x സ്ക്വയർ ഓ x raised to 5 അങ്ങനെ ഏതോ എക്സിലുള്ള കുറച്ച് ഫംഗ്ഷൻസ്, അതിൽ രണ്ട് ഫംഗ്ഷൻസ് ആണ് u of x എന്നും v of x എന്നും ഇരിക്കട്ടെ. Let u of x and u of x be any two derivable function. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിറൈവബിൾ ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്സിലുള്ള ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന ഏതോ രണ്ട് ഫംഗ്ഷൻസ് ആണെന്നിരിക്കട്ടെ u of x and v of x. Then dy dx of u of x plus v of x, ആ ഫംഗ്ഷൻസ് നമ്മൾ കൂട്ടി സം ചെയ്തതിന് ശേഷം ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറയുന്നത് is equal to dy dx of u of x plus dy dx of v of x. സെപ്പറേറ്റ് ആയിട്ട് ഡെറിവേറ്റീവ് കണ്ടതിന് ശേഷം സം എടുക്കുന്നത് എന്താണ്? സെയിം ഇഫക്റ്റ് ആണ് തരുന്നത്. That is dy dx of u of x plus v of x is equal to dy dx of u of x plus dy dx of v of x. That is derivative of the sum is equal to sum of the derivatives ആയിരിക്കും. Similarly in the case of difference, dy dx of u of x minus v of x, derivative of the difference is equal to എന്ത് ചെയ്ത് കൊടുക്കുക? ഡെറിവേറ്റീവ് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. That is dy dx of u of x minus dy dx of v of x. That is derivative of the difference is equal to difference of the derivatives. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് ഫംഗ്ഷനുകളുടെ പ്രൊഡക്റ്റുകളുടെ മൾട്ടിപ്ലിക്കേഷൻ, പ്രൊഡക്റ്റുകളുടെ ഡെറിവേറ്റീവിനെ പറ്റിയാണ്. That is dy dx of u of x into v of x. u of x ഉം v of x ഉം രണ്ട് ഫംഗ്ഷൻസ് ആണെങ്കിൽ അവയെ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പ്രോഡക്റ്റ് എടുത്തു. അങ്ങനെയെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? അത് നമ്മൾ സാധാരണ സബ്ട്രാക്ഷൻ അഡീഷൻ്റെ കേസ് പറയുന്നതോടൊക്കെ തന്നെ എന്ത് ചെയ്ത് കൊടുക്കുകയല്ല, വിത്ത് റെസ്പെക്ട് സൈൻ നമ്മൾ ഡെറിവേറ്റീവ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു പുതിയ റൂളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നോട്ട് ടു ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ്. വി ആർ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ റൂൾ ദാറ്റ് ഈസ് കോൾഡ് ദ പ്രോഡക്റ്റ് റൂൾ. പ്രോഡക്റ്റ് റൂൾ അനുസരിച്ചാണ് നമ്മൾ എക്സിലുള്ള രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റുകളുടെ ഡെറിവേറ്റീവിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് dy dx of u of x into v of x is equal to u of x, the first function, into dy dx of v of x, derivative of the second function. That is first function into derivative of the second function plus v of x, that is a second function, into dy dx of u of x, derivative of the first function. That is product rule ഇത്രയേ ഉള്ളൂ. Let u of x and v of x be the first and second functions. Then dy dx of first function into second function is equal to first function into derivative of the second function plus second function into derivative of the first function. That is dy dx of u of x into v of x is u of x into dy dx of v of x plus v of x into dy dx of u of x. ആ യുവും വിയും മാറ്റിയിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ വെച്ച് എടുത്തെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായിരിക്കും പഠിക്കാനായിട്ട്. That is derivative of first function into second function is equal to first function into derivative of the second function plus second function derivative of the first function, and that is the product rule. Similarly രണ്ട് ഫംഗ്ഷനുകളുടെ കോഷ്യന്റിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ d by dx of u of x by v of x, രണ്ട് ഫംഗ്ഷനുകളുടെ കോഷ്യന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡിവിഷൻ പ്രൊസീജിയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
അവിടെ എന്തല്ല സമ്മിൻ്റെയോ സബ്ട്രാക്ഷൻ്റെയോ കണക്ക് എന്തല്ല ഡിവിഷൻ പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യുന്നില്ല സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഫംഗ്ഷനുകളുടെ കോഷ്യൻറ്റിൻ്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പുതിയ റൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് ദാറ്റ് ഈസ് കോഷ്യന്റ് റൂൾ. And quotient rule is that rule that helps us to analyze the derivative of the quotient of two functions. രണ്ട് ഫംഗ്ഷനുകളുടെ കോഷ്യന്റിന്റെ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത് quotient rule. And the quotient rule states that d by dx of u of x by v of x is equal to v of x the second function into product rule start ചെയ്യുന്ന ഫസ്റ്റ് ഫംഗ്ഷനിലാണെങ്കിൽ quotient rule സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? സെക്കൻഡ് ഫംഗ്ഷനിലാണ്. ദാറ്റ് ഈസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇവിടെ എന്താണ് നടക്കുന്ന സൈൻ എന്താണ്? മൈനസ് ആണ്. പ്രൊഡക്റ്റ് റൂളിൽ നടക്കുന്ന സൈൻ പ്ലസ് ആണെങ്കിൽ quotient റൂളിൽ നടക്കുന്ന സൈൻ എന്താണ്? മൈനസ് ആണ്. ദാറ്റ് ഈസ് സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ മൈനസ് നേരെ തിരിച്ച് ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ ദ ഹോൾ ഡിവൈഡ് ബൈ ദ സ്ക്വയർ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. ഇവിടെ കോഷ്യന്റ് റൂൾ ആയതുകൊണ്ട് ഇവിടെ റിസൾട്ടിനകത്ത് എന്തുണ്ടാവും? കോഷ്യന്റിന്റെ പ്രസൻസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് യു ഓഫ് എക്സ് ബൈ വി ഓഫ് എക്സ് ഈക്വൽ ടു വി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യു ഓഫ് എക്സ് മൈനസ് യു ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വി ഓഫ് എക്സ് ദ ഹോൾ ഡിവൈഡ് ബൈ വി ഓഫ് എക്സ് ദ whole square. Otherwise d by dx of first function by second function is equal to second function derivative of the first function minus first function derivative of the second function the whole divided by the square of the second function. And that's the quotient rule. So today's class we have analyzed the four rules of differentiation, that is derivative of the sum of two functions, derivative of the difference of two functions, derivative of the product of two functions and derivative of the quotient of two functions. For sum of two functions, derivative of the sum is equal to sum of the derivative. For difference of two functions, derivative of the difference is equal to difference of the derivatives, and for the product of two functions we use the product rule, as well as in the case of quotient of two functions we use quotient rule for find the derivative of the quotient of the functions. So ഇന്ന് നമ്മൾ പഠിച്ചത് റൂൾസ് ഓഫ് ഡിഫറൻസിയേഷനെ പറ്റിയാണ്. ഈ റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ 4 റൂളുകളും ലെക്ചർ നോട്ടായിട്ട് എഴുതി ഹോം അസൈൻമെൻ്റ് ആയിട്ട് വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.